നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചേഴ്സ് ഓഫ് പാട്രിയാർക്കി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നാണ് യൂണിറ്റിന്റെ പേര്. അപ്പോ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് പാട്രിയാർക്കി മാട്രിയാർക്കി എന്നുള്ള കോൺസെപ്റ്റ് നമുക്കൊക്കെ അറിയാം അല്ലെ. ഒരു പിതൃദായ ക്രമം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് പുരുഷന് ആധിപത്യമുള്ള ഒരു സാമൂഹ്യ ക്രമത്തെയാണ് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നത്. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ അമ്മ വഴി ലീനിയേജ് കൈമാറുന്ന ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ മാട്രിയാർക്കി എന്ന് പറയുന്നത്. അത് ഈ ഒരു പൊതുവായിട്ടുള്ള ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് പാട്രിലീനി ആൻഡ് മാട്രിലീനി എന്ന കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പിതൃപരമ്പരയും മാതൃപരമ്പരയും. ദായക്രമം, ലീനിയേജ്, ലിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീനിയേജ് ആണ്. അപ്പൊ ലീനിയേജ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറുന്നത് ആരിലൂടെയാണ് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് ലീനിയേജ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്വത്തും കുടുംബ പേരും ഒക്കെ നമുക്ക് വീട്ടുപേരുകള്, അച്ഛന്റെ വീട്ടുപേര് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുപേരൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഇത് ആരിലൂടെയാണ് ലഭിക്കുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാട്രിലീനിയും മാട്രിലീനിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പിതൃപരമ്പര, മാതൃപരമ്പര. സമൂഹത്തില് സ്വത്ത്, കുടുംബ പേര്, അവകാശം, സാമൂഹിക പദവി, ഇതൊക്കെ തന്നെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന രീതിയെയാണ് പരമ്പര അഥവാ ലീനിയേജ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 2 രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് പാട്രിലീനി, രണ്ടാമത്തേത് മാട്രിലീനി. അപ്പൊ ഇവ കുടുംബ ഘടനയെയും അതുപോലെ തന്നെ അവകാശ പരമ്പരയും ഒക്കെയാണ് ഈ 2 പദങ്ങൾ കാണിക്കുന്നത്. പാട്രിലീനി അഥവാ പിതൃപരമ്പര എന്ന് പറഞ്ഞാൽ കുടുംബ പേരും സ്വത്തവകാശവും ഒക്കെ സാമൂഹിക പദവിയും പിതാവിന്റെ വഴി അല്ലെങ്കിൽ പിതാവിന്റെ വംശപരമ്പരയിലൂടെ കൈമാറുന്ന സമ്പ്രദായത്തെയാണ് പാട്രിലീനി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലോകത്തെ പല സമൂഹങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭൂരിഭാഗം സമൂഹം നടത്തുന്നത് പിതൃദായ ക്രമം വഴിയുള്ള ഈ ഒരു കൈമാറ്റമാണ്. ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ പിതാവിന്റെ കുടുംബപ്പേരാണ് മക്കൾക്ക് ലഭിക്കുന്നത്. സ്വത്ത് സാധാരണ പിതാവിൽ നിന്ന് മക്കളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കുടുംബത്തിന്റെ തലവൻ തീർച്ചയായിട്ടും ആരായിരിക്കും? പുരുഷനായിരിക്കും. വിവാഹശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറുന്നു. അതായത് പാട്രിലോക്കൽ സിസ്റ്റം എന്ന് അതിന് പറയാം. ലോക്കൽ എന്ന് പറയുമ്പോൾ ലൊക്കാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹം കഴിഞ്ഞ് സ്ത്രീ എന്താണ് ചെയ്യുന്നത്? പുരുഷന്റെ വീട്ടിലേക്ക് മാറുന്നത്. അതാണ്. ഇനി പുരുഷാധിപത്യ സമൂഹവുമായി ഇതിന്, അതായത് പാട്രിയാർക്കൽ സിസ്റ്റവുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുടുംബ പരമ്പര വ്യക്തമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ സ്വത്തവകാശ കൈമാറ്റവും വളരെ ഈസിയർ പ്രോസസ് ആണ്. അതുപോലെ കുടുംബത്തിന്റെ വളർച്ചയും ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വത്തവകാശം പരിമിതപ്പെടാനുള്ള സാധ്യത എവിടെയുണ്ട്. കൂടാതെ പുരുഷാധിപത്യത്തെ ഇത് ശക്തിപ്പെടുത്തും. ലിംഗ അസമത്വത്തിനും ഇത് കാരണമായേക്കാം. ഇനി മാട്രിലീനി എന്ന് പറഞ്ഞാല് മാതൃപരമ്പരയാണ്. അതായത് കുടുംബ പേരും വംശപരമ്പരയും സ്വത്തവകാശവും ഒക്കെ മാതാവിന്റെ വംശപരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ മാട്രിലീനി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷത വംശപരമ്പര അമ്മയുടെ കുടുംബത്തിലൂടെയാണ് കണക്കാക്കപ്പെടുന്നത്. സ്വത്തവകാശം സ്ത്രീകളുടെ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. കൂടാതെ കുട്ടികള് അമ്മയുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് വളരുന്നത്. സ്ത്രീകൾക്ക് കുടുംബത്തിൽ പ്രത്യേക സ്ഥാനവും ലഭിക്കും. കൂടാതെ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ അവരുടെ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. ഇത് മാതൃപരമ്പര എന്നതിന് മാതൃഭരണം എന്നൊരു അർത്ഥമില്ല കേട്ടോ. പക്ഷെ മാട്രിയാർക്കി എന്നൊരു അർത്ഥമില്ല. മാതൃപരമ്പരയിൽ വംശവും സ്വത്തും അമ്മയുടെ വഴിയാണെങ്കിലും അധികാരം എല്ലാ കുടുംബങ്ങളിലും അധികാരം സ്ത്രീകൾക്കാവണമെന്നില്ല. അമ്മ താവഴി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഭരണം, ഗൃഹഭരണം, സ്വത്ത് കൈകാര്യം ചെയ്യുന്നതൊക്കെ പലപ്പോഴും പുരുഷന്മാരായിരിക്കാം, ചില കുടുംബങ്ങളിൽ സ്ത്രീകളുമായിരിക്കാം. ഓക്കെ, ഇനി കേരളത്തിലെ ഒരു പരമ്പര നമുക്കറിയാം, മക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നു അല്ലെ. കേരളത്തിലെ പ്രത്യേകിച്ച് ഈ നായർ കുടുംബങ്ങൾക്കിടയിലൊക്കെ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ മാതൃപരമ്പര അല്ലെങ്കിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ഇവിടെ സ്വത്ത് അമ്മയുടെ കുടുംബരേഖയായിട്ടാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ തറവാട് സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് അമ്മാവിന്, അതായത് മാതാവിന്റെ സഹോദരനായിരുന്നു കുടുംബത്തില് പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പുരുഷനാണ് ഭരിക്കുന്നത്, പക്ഷെ അത് ആരാണ്? അമ്മയുടെ സഹോദരനാണ് അല്ലെ. അപ്പൊ അതാണ് അമ്മയല്ല ഭരിക്കുന്നത്,
അമ്മയുടെ അമ്മയൊന്നും അല്ല ഭരിക്കുന്നത്, അമ്മയുടെ ആംഗള സഹോദരൻ അമ്മാവനാണ് ഭരണം നടത്തുന്നത്. സ്ത്രീകൾക്ക് താരതമ്യേന പക്ഷെ കൂടുതലൊരു പദവിയൊക്കെ ഈ കുടുംബത്തില് ലഭിക്കും. ഇന്ത്യയിലെ മാതൃപരമ്പരയുടെ ഉദാഹരണം നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഇട്ട് കാണിക്കാവുന്നത് നമ്മുടെ കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തില് ചരിത്രപരമായിട്ട് തന്നെ ഈ പരമക്കത്തായ സിസ്റ്റം നിലനിന്നിട്ടുണ്ട്. ഇനി ഈ മേഘാലയയിലെ ഖാസി വിഭാഗത്ത് അവരുടെ കാര്യം എടുത്താൽ ഇതുപോലെ തന്നെ മാതൃപരമ്പരയാണ് ഫോളോ ചെയ്തത്. അവർക്ക് അമ്മയ്ക്ക് സ്ത്രീകള് ഭരിക്കുന്ന ഒരുപാട് ഗോത്രങ്ങളും അവരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഗാരോ മാതൃപരമ്പര തുടരുന്ന മറ്റൊരു വിഭാഗമാണ്. നമ്മൾ ഗാസി ഗാരോ ഒക്കെ നമ്മൾ ചില കുന്നുകൾ അല്ലെ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ജിയോഗ്രഫിയിലൊക്കെ, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ജിയോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗാസികൾക്കും ഗാരോകൾക്കും ഇടയിൽ എന്താണ് ഈ മാതൃതായ ക്രമമാണ് നിലവിലുള്ളത്. ഇനി പാട്രിലീനിയും മാട്രിലീനിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ വംശരേഖ മാതാവിന്റെ വംശരേഖ തുടരുന്നത് തന്നെയാണ് ഈ പാട്രിലീനിയും മാട്രിലീനിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. സ്വത്ത് പിതാവിൽ നിന്ന് കുട്ടികളിലേക്ക് കൈമാറുന്നത് പാട്രിലീനി, മാതാവിൽ നിന്ന് കുട്ടികളിലേക്ക് കൈമാറുന്നത് മാട്രിലീനി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് മാട്രിലീനി, പുരുഷന്മാർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് പാട്രിലീനി. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ കുടുംബഘടന മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്വത്തവകാശത്തിന്റെ വികാസത്തെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് ഈ ഒരു പാട്രിലീനിയും മാട്രിലീനിയും ഒക്കെ പഠന വിധേയമാക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് പാട്രിലീനിയും മാട്രിലീനിയും ബന്ധപ്പെട്ട ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വുമൺ ആസ് ദ സെക്കൻഡ് സെക്സ് ആൻഡ് സബാൾട്ടേൺസ്. സ്ത്രീകളെ ഒരു രണ്ടാം ലിംഗം എന്ന് കണക്കാക്കുന്നത് പോലെ സബാൾട്ടേൺ താഴേക്കിടയിൽ വിഭാഗങ്ങൾ അല്ലെ അധികൃതരായിട്ടുള്ള വിഭാഗങ്ങൾ, ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. വുമൺ ആസ് ദ സെക്കൻഡ് സെക്സ് എന്നും അല്ലെങ്കിൽ വുമൺ ആസ് സബാൾട്ടേൺസ് എന്നും പറയുന്നത് ഇത് ജെൻഡർ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആണ്. ചരിത്ര പഠനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഇത്. ഈ ആശയം സമൂഹത്തില് സ്ത്രീകൾക്ക് എങ്ങനെയാണ് പുരുഷന്മാരെക്കാളും താഴ്ന്ന പദവി ലഭിച്ചത്, ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം എന്താണ് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തത് വുമൺ ആസ് ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെക്സ് എന്ന ആശയം അവതരിപ്പിക്കുന്നത് സൈമൺ ഡി ബോയ്വറുടെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. അപ്പൊ ഇവര് 1949 പ്രസിദ്ധീകരിച്ച ദ സെക്കൻഡ് സെക്സ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഈ ഒരു ആശയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെ അഭിപ്രായത്തില് സമൂഹം പുരുഷനെ ഫസ്റ്റ് സെക്സ് ആയിട്ട്, അതായത് ഒന്നാം ലിംഗമായിട്ടും സ്ത്രീയെ സെക്കൻഡ് സെക്സ് അഥവാ രണ്ടാം ലിംഗമായിട്ടുമാണ് കണക്കാക്കുന്നത്. അതായത് സ്ത്രീയെ സ്വതന്ത്ര വ്യക്തിയായി കാണാതെ പുരുഷനെ അടിസ്ഥാനമാക്കി നിർവചിക്കുന്ന ഒരു പ്രവണത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീയായി ജനിക്കുന്നില്ല, സ്ത്രീയായി മാറുന്നതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. കൂടാതെ വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് പറയുന്നത് ജൈവികമായിട്ട് മാത്രം നിശ്ചയിക്കപ്പെടുന്നതല്ല, സമൂഹം പഠിപ്പിക്കുകയും രൂപപ്പെടുത്തുന്നതും ആണ് എന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പെർഫോമറ്റിവിറ്റി എന്ന ഒരു ടേമിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ, ജെൻഡർ പെർഫോമാറ്റിവിറ്റി എന്ന ഒരു ടേം. ഇനി പുരുഷാധിപത്യം, അതായത് പാട്രിയാർക്കി എന്ന് പറയുന്നത് പുരുഷ സമൂഹം കൂടുതൽ അധികാരവും സ്ത്രീകൾക്ക് കുറഞ്ഞ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥാനവും നൽകുന്ന ഒരു സിസ്റ്റം, സ്ത്രീയെ നമ്മളൊരു മറ്റൊരാൾ ദ അതർ ആയിട്ട് കാണാൻ തുടങ്ങിയത്, അതൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിലും ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് സെക്സ് ആയിട്ട് സ്ത്രീകൾ മാറ്റപ്പെടുന്നതിന്റെയും ഒരു ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി സബാൾട്ടേൺ എന്നത് അധികാരവും പ്രാതിനിധ്യവും ഇല്ലാത്ത, ശബ്ദം കേൾക്കപ്പെടാത്ത, പാർശ്വവൽകൃതരായിട്ടുള്ള വിഭാഗത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് സബാൾട്ടേൺ എന്ന്. നമ്മൾ സബാൾട്ടേൺ ഹിസ്റ്ററി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സുമിത് സർക്കാരും അങ്ങനെയുള്ള ഒരുപാട് ചരിത്രകാരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ, രഞ്ജിത്ത് ഗുഹ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളെ പ്രത്യേകിച്ച് ദരിദ്രരും ദളിതരും ആദിവാസി ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെ പല സാഹചര്യത്തിൽ നമ്മൾ സബാൾട്ടേൺ വിഭാഗമായിട്ട് കാണുന്നുണ്ട്, അതായത് പിന്നോക്ക വിഭാഗമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട ജനങ്ങളുടെ അനുഭവങ്ങളും ശബ്ദങ്ങളും പഠിക്കുന്ന ഒരു ചരിത്ര ശാഖയാണ്, ചരിത്ര പഠന സമീപനമാണ്. ശാഖ എന്നതിനേക്കാളും ഒരു അപ്രോച്ച് എന്ന് പറയുന്നതാവും ശരി. അപ്പൊ ഈ പഠന രീതിയിൽ സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ശബ്ദം അവഗണിക്കപ്പെടുന്നു. ചരിത്ര രചനയിൽ സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് വേണ്ടത്ര സ്ഥാനം ലഭിച്ചിരുന്നില്ല.
അപ്പൊ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലൊന്നും സ്ത്രീകൾക്ക് മതിയായ ഒരു പ്രാതിനിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഡബിൾ മാർജിനലൈസേഷൻ സ്ത്രീകൾ പലപ്പോഴും അനുഭവിച്ചിരുന്നു. സ്ത്രീകൾക്ക് ലിംഗത്തിന്റെ പേരിലും, അതായത് ജാതി, മത, വർഗ, ദാരിദ്ര്യം തുടങ്ങിയ പേരിലൊക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇരട്ട അടിച്ചമർത്തൽ എന്ന് പറഞ്ഞാല് സ്ത്രീ ആയതിന്റെ പേരിൽ ഓൾറെഡി അവര് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അതിപ്പോ ഉയർന്ന കുടുംബങ്ങളിലെ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നതോ അല്ലെങ്കിൽ ജാതീയമായിട്ടൊക്കെ ഉയർന്ന കുടുംബത്തിലാണെങ്കിൽ പോലും സ്ത്രീ എന്ന ഒരു അടിച്ചമർത്തൽ അവര് അനുഭവിക്കുന്നുണ്ട്. ഇനി അത് താഴ്ന്ന ജാതിയിലോ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കമുള്ള കുടുംബങ്ങളിലോ ഒക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? അവർ ഓൾറെഡി സ്ത്രീ എന്ന അവഗണന സഹിക്കുന്നുണ്ട്, അതോടൊപ്പം പിന്നോക്ക ജാതി എന്ന അവഗണന കൂടി സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന അവഗണന കൂടി അവർ സഹിക്കുന്നുണ്ട്. അപ്പോ ഒരു ഡബിൾ ഡിസ്ക്രിമിനേഷൻ, അവര് ഇരട്ട അടിച്ചമർത്തല്, ഇരട്ട മാർജിനലൈസേഷൻ അവര് അനുഭവിക്കുന്നുണ്ട്, ജാതിയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിലും. ഇനി ഒരു സ്ത്രീകൾക്ക് പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സ്ത്രീകൾ അവരല്ല, അടിച്ചമർത്തപ്പെട്ടവരല്ല സംസാരിച്ചത്, മറ്റുള്ളവര്. അപ്പൊ അവരിങ്ങനെ വെയിറ്റിംഗ് ആണല്ലേ, എന്താണ്, ഫോർ ദ വോയിസ് ഫോർ ദ അതേഴ്സ്, മറ്റുള്ളവരുടെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ട്. സ്ത്രീകളുടെ സ്വന്തം അനുഭവങ്ങളും ശബ്ദവും ഒന്നും ചരിത്രത്തില് കാര്യമായിട്ട് കേട്ടിരുന്നില്ല. ഈ സ്ത്രീയെ രണ്ടാം ലിംഗം എന്ന് വിശേഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ ഒരു ക്യാൻ ദ സബാൾട്ടേൺ സ്പീക്ക് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമുണ്ട്. സബാൾട്ടേൺസിന് സംസാരിക്കാനാവുമോ എന്ന. ഇവരുടെ ഈ ഒരു എന്താണ് എസ്സേയിലാണ് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ഒരു ചിന്ത വരുന്നത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകൾ നേരിടുന്ന ഇരട്ട അടിച്ചമർത്തലിനെ കുറിച്ച് ഇവര് ഗായത്രി ഊന്നി പറയുന്നുണ്ട്. ഇനി രഞ്ജിത്ത് ഗുഹ, സബാൾട്ടേൺ സ്റ്റഡീസിന്റെ സ്ഥാപകരിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് രഞ്ജിത്ത് ഗുഹ. ചരിത്രത്തില് അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ രഞ്ജിത്ത് ഗുഹ ചൂണ്ടിക്കാട്ടി. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തില് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അഭാവം, അതുപോലെ തന്നെ ബാലവിവാഹം, സ്ത്രീധനം, നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് അല്ലെ, ഒരു ഫാമിലി സെറ്റപ്പ് ഒക്കെയാണ് ഈ സ്ത്രീകൾക്ക് കൂടുതൽ താഴ്ന്ന പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ആദിവാസി, ദളിത് സ്ത്രീകൾക്കൊക്കെ നേരിടുന്ന ഇരട്ട വിവേചനം ഒക്കെ ഇത്തരം പ്രയാസങ്ങള് ഇതെല്ലാം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടും തൊഴിൽ മേഖലകളിലും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ പ്രാതിനിധ്യം മാത്രമാണ് ഉള്ളത്. സ്ത്രീകളുടെ അനുഭവങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് ഇത്തരം പഠനങ്ങളിലൂടെ, ഈ പഠനങ്ങളിൽ സ്ത്രീകളെ കുറിച്ചുള്ള പഠനങ്ങൾ അധികം വരുന്നതിലൂടെ, അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് വരുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പുരുഷാധിപത്യം കുറെയൊക്കെ കുറയ്ക്കാനും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും അവർക്ക് ലിംഗസമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ പാർശ്വവൽകൃതരായിട്ടുള്ള സ്ത്രീകളെ മുഖ്യശ്രേണിയിലേക്ക് കൊണ്ടുവരാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോയിന്റ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ എന്നിവയാണ്. അതായത് കാസ്റ്റ് നമുക്കറിയാം, ജാതി അല്ലെ, ക്ലാസ്സിനെ നമ്മൾ വർഗം എന്നാ പറയുക, ജെൻഡർ. അപ്പൊ ഈ 3 പോയിന്റുകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ സമൂഹത്തിലെ അസമത്വം, അതുപോലെ അധികാരം, അവസരങ്ങള്, ഇതൊക്കെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് കാസ്റ്റിനെയും ക്ലാസ്സിനെയും ജെൻഡറിനെയും പറയാനായിട്ട് സാധിക്കും. അപ്പൊ കാസ്റ്റ്, ആദ്യം നമുക്ക് കാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കാസ്റ്റ് എന്ന് പറയുന്നത് ജനനം കൊണ്ട് നമുക്ക് അംഗത്വം ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇന്ത്യയില് ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. ജന്മം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലെ പദവി നിശ്ചയിക്കുന്നത്. നമ്മൾ ഉയർന്ന ജാതിയിൽ ജനിച്ചാല് ഉയർന്ന പദവി ലഭിക്കുന്നു. നമ്മൾ ജനിക്കുന്നത് ഒരു താഴ്ന്ന ജാതിയിൽ പെട്ട ഒരു കുടുംബത്തിലാണെങ്കിൽ നമുക്ക് താഴ്ന്ന ജാതി കിട്ടുന്നു, പദവി കിട്ടുന്നു. അല്ലാതെ നമ്മളുടെ കഴിവ് കൊണ്ടല്ല ഇത് നേടുന്നത്. ഇത് വിവാഹവും തൊഴിലും സാമൂഹ്യ പദവിയും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ ഈ നിർണയിക്കുന്നത് ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പൊ ഉയർന്ന ജാതിക്ക് ഉയർന്ന പദവിയും താഴ്ന്ന ജാതിക്ക് താഴ്ന്ന പദവിയും ലഭിക്കുന്നുണ്ട്. ഇനി ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്ലാസ് എന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയെയും തൊഴിലിനെയും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തെയും വരുമാനത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിർണ്ണയിക്കുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ക്ലാസ്സിൽ നിന്ന് മാറ്റങ്ങൾ സാധ്യമാണ്. അതായത്
താഴ്ന്ന ലോവർ ക്ലാസ്സിലുള്ള ഒരാൾക്ക് നല്ല ഒരു ജോലി കിട്ടി, നല്ല സമ്പത്തുണ്ടായി, അപ്പൊ അയാളുടെ ക്ലാസ് മാറി, അയാൾ ഉയർന്ന ക്ലാസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് അല്ല, ദിറ്റ്സ് ആൻ ഓപ്പൺ ഗ്രൂപ്പ്. ഈ ഓപ്പൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇനി ഉയർന്ന ക്ലാസ്സിലുള്ള ഒരാള് ബിസിനസ് ഒക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അയാള് ക്ലാസ് മാറാനും താഴെ ക്ലാസ് ആവാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ക്ലാസ്സിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഒക്കെയുള്ള മാറ്റം സാധ്യമാണ്. സമ്പന്നര്, മധ്യവർഗം, ദരിദ്രർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെയാണ് നമ്മൾ ക്ലാസ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അറിഞ്ഞു വെക്കുക. ഇനി ജെൻഡർ എന്ന് പറഞ്ഞാല് സമൂഹം സ്ത്രീക്കും പുരുഷന്മാർക്കും പ്രത്യേക റോള് കൽപ്പിച്ച് നൽകുന്നതിനെയാണ് ജെൻഡർ എന്ന് പറയുക. ജെൻഡർ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം നമ്മൾ കഴിഞ്ഞ 1-2 യൂണിറ്റുകളിലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ജെൻഡർ എന്ന പോയിന്റ്. അപ്പൊ ഈ മേഖലയിലൊക്കെ പ്രധാനപ്പെട്ട ചിന്തകര് BR അംബേദ്കർ, അതുപോലെ കിംബർലി ക്രെൻഷോ, ഉമാ ചക്രവർത്തി, ഇവരൊക്കെയാണ് ഈ മേഖലയിൽ പ്രധാനമായിട്ടും പഠനം നടത്തിയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു എസ്സേ എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു പോയറ്റിക് നേച്ചർ ഉള്ളതുമായിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് സീഡ് ആൻഡ് എർത്ത് തിയറി, 3-fold oppression of the marginalized എന്ന ഒരു ഭാഗം. എന്ന് വെച്ചാൽ സീഡ് ആൻഡ് എർത്ത് തിയറി എന്താണെന്ന് ആദ്യം നോക്കാം. വിത്തും ഭൂമിയും സിദ്ധാന്തം. അതായത് നമുക്ക് മതങ്ങളുടെയോ അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെയോ ഒക്കെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്ത്രീയെ ഒരു ഭൂമിയായിട്ട്, വിളനിലമായിട്ടും പുരുഷനെ വിത്തായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഒരു ചിന്താഗതി. അപ്പോ ഈ സീഡ് ആൻഡ് എർത്ത് തിയറിയില് സ്ത്രീയുടെ ശരീരത്തെ, പ്രത്യുൽപാദനത്തെയും ഒക്കെ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രോഡക്റ്റ് പോലെ മാത്രം കാണുന്ന ഒരു രീതി. അപ്പൊ അതിനുള്ള ഒരു പരമ്പരാഗത ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ സീഡ് ആൻഡ് എർത്ത് തിയറി എന്ന് പറയുന്നത്. ഇത് പ്രകാരം പുരുഷനാണ് വിത്ത് നൽകുന്നത്, സ്ത്രീ അതിന്റെ വിളനിലം മാത്രമായി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ പുരുഷ ബീജം സന്താനത്തെ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടം പുരുഷ ബീജമാണ്. അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ബീജം വളരേണ്ട ഒരു ഫീൽഡ് മാത്രമാണ് സ്ത്രീ എന്ന അതായത് സ്ത്രീയുടെ പദവിയെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സിദ്ധാന്തമാണ് ഈ എർത്ത് ആൻഡ് സീഡ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി പിതാവിന്റെ വിത്ത് പാകുന്നത് പുരുഷനായതുകൊണ്ട് കുട്ടി പിതാവിന്റെ വംശത്തിൽ പെട്ടതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് വളരെ നമുക്ക് ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. അപ്പൊ പിതൃപാരമ്പര്യത്തെ അതായത് പാട്രിലീനിയെ ശക്തിപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ സ്ത്രീയെ പ്രത്യുൽപാദനത്തിന് മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്നു. കുട്ടികളെ പ്രസവിക്കുക, അവരെ വളർത്തുക എന്നതിനപ്പുറത്തേക്കുള്ള റോളുകളൊന്നും ഉയർന്ന റോളുകളൊന്നും കൊടുക്കാത്ത ഒരു കാര്യം. പുരുഷാധിപത്യത്തിന് ആശയപരമായിട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ് ഈ എർത്ത് ആൻഡ് സീഡ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പുരുഷന് ബീജാവാപം നടത്താനുള്ള ഒരു അയൽ മാത്രമാണ് സ്ത്രീ എന്നതാണ് ഈ ഒരു എർത്ത് ആൻഡ് സീഡ് തിയറി പ്രകാരം പറയുന്നത്. ഇത് പുരുഷാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സിദ്ധാന്തം. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3-fold oppression തിയറിയാണ്. 3-fold oppression എന്ന് പറഞ്ഞാല് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ത്രിതലമായിട്ടുള്ള അടിച്ചമർത്തലുകളെ കുറിച്ചാണ്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ സ്ത്രീകള്, താഴ്ന്ന ജാതിയിലെ സ്ത്രീകള്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകള്, ഇവര് ഇരട്ട അടിച്ചമർത്തൽ അനുഭവിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഒരേ സമയം ഒന്നിലധികം വിവേചനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ജാതി, വർഗം, ജെൻഡർ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ജാതീയമായിട്ടും ഉള്ള വിവേചനം അനുഭവിക്കുന്നുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ദായന് എന്നൊരു വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇനി ഇവര് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ താഴ്ന്ന ജാതിയിലെ പിന്നോക്ക സമുദായത്തിലെ ഒരാളാണ്. അപ്പൊ 2 വിവേചനമായി, ഇരട്ട വിവേചനമായി. ഇനി 3ാമത് ജെൻഡർ പ്രകാരം സ്ത്രീയും കൂടെ ആണെങ്കിൽ 3 വിവേചനവും അനുഭവിക്കുകയാണ്. ഇതാണ് 3-fold oppression എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡർ, അതുപോലെ കാസ്റ്റ്, ക്ലാസ്, ഈ 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യക്തി അനുഭവിക്കുന്ന പീഡനങ്ങള് അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ, ഇതിനെയാണ് 3-fold oppression എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ജാതിയുടെ പേരിലും
വർഗത്തിന്റെ പേരിലും ജെൻഡറിന്റെ പേരിലും ഒരേ സമയം ഒരു വ്യക്തി പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒപ്രഷൻ അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ത്രീ ഫോൾഡ് ഒപ്രഷൻ എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചിന്തകൻ എന്ന് പറയുന്നത് ഉമാ ചക്രവർത്തിയും അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറും അതുപോലെ കിംബർലി ക്രോഷോയും ഒക്കെ ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.